ജന്മാർജിതമായ ഒരു പൗരത്വമുള്ള ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഞാനിവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയിൽ പറയുന്നതാണ്. അത് ഞാൻ വഹിക്കുന്ന എൻ്റെ ഔദ്യോഗിക പദവിയുമായിട്ടോ എൻ്റെ ഔദ്യോഗിക സ്ഥാപനമായിട്ടോ അതിന് യാതൊരു ബന്ധവുമില്ല എന്ന് ആദ്യമേ അറിയിച്ചുകൊള്ളട്ടെ. പൊതു ഇടങ്ങൾ എന്നത് പൊതുവാവണം. ആ പൊതു ഇടത്തിൽ എല്ലാവർക്കും ഇടമുണ്ട് എന്നാണ് ഇന്ത്യൻ ഭരണഘടന നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു മതവിശ്വാസിയൊന്നും അല്ലെങ്കിൽ പോലും എനിക്ക് മതത്തിനെതിരെ സംസാരിക്കാനും മറ്റൊരാൾക്ക് മതത്തിന് അനുകൂലമായി സംസാരിക്കാനുമുള്ള അവകാശത്തോടൊപ്പമാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായി ഈ പരിപാടിക്ക് ഞാൻ എൻ്റെ സോളിഡാരിറ്റി അൺകണ്ടീഷണലി ഇവിടെ പങ്കുവയ്ക്കുന്നു. എങ്കിലും ഞാനിവിടെ നിൽക്കുന്നത് ഞാനിവിടെ ക്ഷണിക്കപ്പെട്ടത് തന്നെ ഒരു ആൻറ്റി ഇസ്ലാമോഫോബിയ ആക്ടിവിസ്റ്റാണ് ഞാൻ എന്ന നിലയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്ലാമോഫോബിയെക്കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ എല്ലാവർക്കും അറിയാം. അതായത് എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത് മുസ്ലിം വിരുദ്ധ വംശീയത എന്നുള്ളതാണ്, അഥവാ ആൻറ്റി മുസ്ലിം റേസിസം എന്നുള്ളതാണ്. അപ്പോൾ ഈ റേസ് എന്ന് പറയുന്നത് ഒരു ജൈവശാസ്ത്രപരമായ ഒരു കണ്ടുപിടുത്തമല്ല. അതായത് അത് മനുഷ്യനിർമ്മിതമാണ്, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ നിർമ്മിതിയാണ് റേസ് എന്ന് പറയുന്നത്. അപ്പം മുസ്ലിം ഇവിടെ മുസ്ലിങ്ങൾ ഒരു റേസ് അല്ല. പക്ഷേ മുസ്ലിങ്ങൾ എങ്ങനെ റേസ് ആകുന്നു എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായിട്ടുള്ള രൂപങ്ങൾ, ചിഹ്നങ്ങൾ, മുസ്ലിങ്ങളുടെ വാക്കുകൾ, അവരുടെ മുസ്ലിം ശരീരങ്ങൾ, ഇവയെല്ലാം നമ്മൾ വംശീയവൽക്കരണ പ്രക്രിയയിലൂടെ വംശീയവൽക്കരിച്ചുകൊണ്ട് അവരെ ഒരു വംശമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്, അവിടെ നടക്കുന്നത്. അങ്ങനെ വംശമാക്കി മാറ്റിയതിന് ശേഷം അവർക്കെതിരെ വംശീയത കാണിക്കുക, ഇതാണ് ഇസ്ലാമോഫോബിയയുടെ ആധാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്ലാമോഫോബിയ എല്ലാവർക്കും, അതായത് വംശീയവാദികളല്ലാത്ത, വെറുപ്പുൽപാദകർക്കല്ലാത്തവർക്കെല്ലാം അറിയാവുന്നൊരു ധാരണയാണ് മുസ്ലിം വിരുദ്ധ വംശീയത. അത് ആൻറ്റി മുസ്ലിം റേസിസമാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഇന്ത്യയിലൊക്കെ വരുമ്പോൾ ഈ കേവലം ഒരു ആൻറ്റി മുസ്ലിം റേസിസം അഥവാ ഒരു മുസ്ലിം വിരുദ്ധ വംശീയത എന്ന അടിസ്ഥാനത്തിൽ മാത്രമല്ല ഇസ്ലാമോഫോബിയ നിലനിൽക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ മുസ്ലിങ്ങളുടെ സംഘാടനം, മുസ്ലിങ്ങളുടെ സ്വയം നിർണയാവകാശം, അതിനെ ഭീകരവൽക്കരിക്കുക, തീവ്രവാദവൽക്കരിക്കുക, വിഭജന യുക്തിയിൽ കാണുക എന്നതും കൂടി ഇസ്ലാമോഫോബിയയുടെ രൂപകമായിട്ട്, ഇന്ത്യൻ ഇസ്ലാമോഫോബിയയുടെ രൂപമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പൊതു ഇടത്തിൽ എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് പൊതുവല്ലാതാവുന്നതിൻ്റെ കാരണം മുസ്ലിങ്ങൾ സംഘടിക്കുന്നത് തീവ്രവാദവും ഭീകരവാദവും വിഭജനത്തിന് വേണ്ടിയാണ് എന്നുള്ള പൊതുബോധ നിർമ്മിതിയുടെ ഭാഗമായിട്ട് കൂടിയാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ പൊതു ഇടത്ത് ഇപ്പം മതം പ്രദർശിപ്പിക്കാമോ എന്നുള്ള ചോദ്യമുണ്ട്. അപ്പം ഇന്ത്യയിൽ ഇപ്പം മതേതരത്വം നമ്മൾ പറയുമ്പോഴും ലോകത്തെല്ലായിടത്തും മതേതരത്വം ഒരേപോലത്തെ ഒരു മതേതരത്വമല്ല. അപ്പോൾ ഇന്ത്യ ഒരു മതേതര രാജ്യമായിരിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത്, ഇന്ത്യ ഒരു മതരാജ്യമല്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ മതേതരത്വം. പക്ഷേ ഇന്ത്യ ഒരു മതരഹിത രാജ്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. മതരാജ്യമല്ലാത്തതുപോലെ തന്നെ ഇന്ത്യ ഒരു മതരഹിത രാജ്യവുമല്ല. കാരണം എനിക്ക് മതരഹിതനായിരിക്കാനും മറ്റൊരാൾക്ക് വിശ്വാസിയായിട്ടിരിക്കാനും ഉള്ള അവകാശം തുല്യമാണ് എന്നുള്ളതാണ്. നമ്മളെല്ലാം ഇന്ത്യൻ പൗരരാണ്. അപ്പോൾ ഇവിടെ മതേതരത്വത്തിൻ്റെ ഒരു പ്രശ്നം, മതേതരത്വം എന്ന് പറയുമ്പോൾ മത ഇതരമായിരിക്കുന്നതാണെന്തോ പുരോഗമനം, ആധുനികത, ജനാധിപത്യം എന്ന് ചിന്തിക്കുന്നിടത്ത് ഒരു കുഴപ്പമുണ്ട്. കാരണം ഇവിടെ ഈ ലോകത്ത് കുറേ മതങ്ങളുണ്ട്, അതിലൊരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു കൊളോണിയൽ ഒറിജിനാണ്. അതായത് കൊളോണിയലിസമാണ് അങ്ങനെ പറയുന്നത്. കാരണം എല്ലാ മതങ്ങളും ഒന്നല്ല. ഇപ്പോൾ ശ്രീനാരായണ ഗുരു പറയുന്ന പോലെ എല്ലാ മതസാരവും ഏകം എന്ന് പറയുന്ന പോലെ അങ്ങനെയല്ല, എല്ലാ മതത്തിൻ്റെ സാരം ഒന്നല്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പ്രിയപ്പെട്ടതൊന്നും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണോന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതൊന്നും എനിക്ക് പ്രിയപ്പെട്ടതാണോന്നുമില്ല. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ തമ്മിലുള്ള സാഹോദര്യത്തിനും സമത്വബോധത്തിനും സ്നേഹത്തിനും ഇതൊന്നും ഒരു തടസ്സമല്ല എന്നുള്ളതാണ് നമ്മുടെ ആധുനികത നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇതിൽ ഈ ഇസ്ലാമോഫോബിയ നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയും കൂടെ മനസ്സിലാക്കണം. അപ്പോൾ അത് ആൻറ്റി മുസ്ലിം റേസിസമാണ്, അതായത് മുസ്ലിം വിരുദ്ധ വംശീയത, അതുപോലെ മുസ്ലിം സംഘാടനം, മുസ്ലിം സ്വയം നിർണയാവകാശത്തെ ഭീകരവൽക്കരിക്കുക, ഇതാണ് എൻ്റെ മെയിൻ ഫ്രെയിം വർക്ക്. ഇനി ഇതുപോലെ തന്നെ ഇസ്ലാമോഫോബിയ മനസ്സിലാക്കുമ്പോൾ ഇപ്പം നമുക്ക് ദളിതരെ കാണാം, സ്ത്രീ വിരുദ്ധരായ സ്ത്രീകളെ കാണാം, ക്യൂർ ഫോബിക്കായിട്ടുള്ള ക്യൂർ ആൾക്കാരെയും കാണാം. എന്നതുപോലെ തന്നെ ഇസ്ലാമോഫോബുകളെ മുസ്ലിങ്ങളെയും നമുക്ക് കാണാം. പക്ഷേ ഇസ്ലാമോഫോബുകളെ മുസ്ലിങ്ങളെ നമ്മൾ ഇവിടെ ഈ ഇസ്ലാമോഫോബിയ ഉൽപ്പാദനം നടത്തുന്ന വംശീയവാദികളുണ്ട്, അവർക്ക് തുല്യമായിട്ട് കാണരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇസ്ലാമോഫോബിക്ക മുസ്ലിങ്ങളെ നമ്മൾ ആ രീതിയിൽ കണ്ട് അവരെ വിമർശിക്കുമ്പോഴും
അവർ വാഹകർ മാത്രമല്ല അവർ വിക്ടിംസും കൂടിയാണ്. കാരണം ഇസ്ലാമോഫോബിയയുടെ വിക്ടിമായിരുന്നു കൊണ്ടാണ് അവർ ഇത് വഹിക്കുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയ വഹിക്കുന്നത്. കാരണം അവർ കരുതുന്നത് ഞങ്ങളിങ്ങനെ ഞങ്ങൾ പൊതുവിൻ്റെ ഭാഗമായി നടന്ന് ഞങ്ങൾ കുറച്ച് സെക്കുലറാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വംശീയതയിൽ നിന്ന് മുക്തി നേടാം എന്ന് അവർ കരുതുന്നുണ്ട്. അത് തെറ്റാണ്, അത് മണ്ടത്തരമാണ് എന്ന് ചരിത്രവും നമ്മുടെ ഘടകങ്ങൾ, അതായത് നമ്മൾ ലോകം കണ്ട തന്നെ ഒരു വംശീയവാദിയായ ആരിഫ് പോലും താലിബാനി എന്നാണ് ഒരു സംഘപരിവാർ വേദിയിൽ ചെന്ന് പ്രസംഗം കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്നൊരു സംഘപരിവാരകാരൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. അദ്ദേഹം ഒരു വിശ്വാസിയല്ല, വംശീയത പല പടർത്തുന്ന ആളാണ്. എന്നിട്ട് പോലും അപ്പോൾ അങ്ങനെയാണ്, അതായത് നിങ്ങൾ വിശ്വസിക്കണമെന്ന് പോലും ഇല്ല നിങ്ങളൊരു വംശീയവാദിയാക്കി മാറ്റാൻ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇസ്ലാമോഫോബിയെക്കുറിച്ച് തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ഇസ്ലാമോഫോബിയാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത്, ഇതിൻ്റെ എല്ലാം ഇസ്ലാമോഫോബിയാണ് എന്നുള്ളതാണ്. ഇനി ഇവിടെ മതം എന്ന് പറയുമ്പോൾ പലപ്പോഴും മതം പൊതുവാകാൻ പാടില്ല. ഇതും ഒരു കൊളോണിയൽ ഒറിജിനാണ്. അതായത് മതത്തെ നമ്മുടെ സ്വകാര്യമാക്കി വെക്കുക എന്നുള്ള ഒരു സംഗതി. അപ്പോൾ അതുപോലെ ഇപ്പോൾ നിങ്ങൾ പൊതുവിലിറങ്ങുമ്പോൾ മതചിഹ്നങ്ങൾ പാടില്ല. ഇനി പാടില്ല എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇപ്പോൾ പർദ്ദ പാടില്ല എന്ന് പറയും, പക്ഷേ പർദ്ദ പൊതുവേദിയിൽ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയും. അതേ സമയത്ത് നിങ്ങൾക്ക് കൊന്ത, ചരട്, കുങ്കുമം, ചന്ദനക്കുറി ഇതൊന്നും പൊതുവായിട്ട് വരുന്ന ആർക്കും വലിയ പ്രശ്നം തോന്നുന്നില്ല, കാരണം ഇതെല്ലാം പൊതുവാണ്. അപ്പോൾ എന്താണ് ഇവിടെ പൊതുവായിരിക്കുന്നത്? എപ്പോഴും പൊതുവായിരിക്കുന്നത് ഇവിടുത്തെ ഭൂരിപക്ഷ വാദവുമായി ബന്ധം, അത് മെജോറിറ്റേറിയനിസമായിട്ട് നിലനിൽക്കുന്ന അതീശത്വ പ്രത്യയശാസ്ത്രം ചേർന്ന് നിൽക്കുന്ന എല്ലാം പൊതുവായി മാറും. അത് ഇൻക്ലൂസിവിറ്റി അല്ല, അത് എക്സ്ക്ലൂസീവാണ്. കാരണം ഇന്ത്യയിൽ ഹിന്ദു എന്ന് പറയുന്നത് ഒരേ സമയം തന്നെ മതം ആയിട്ട് നിലനിൽക്കും, ജാതി വ്യവസ്ഥയായിട്ട് നിലനിൽക്കും, പിന്നെ വംശീയതയായിട്ട് നിലനിൽക്കും, ഈവൻ പുരോഗമനമായിട്ട് നിലനിൽക്കും, നവോത്ഥാനമായിട്ട് നിലനിൽക്കും, അങ്ങനെ എന്തുമായിട്ട് വേണമെങ്കിലും ഹിന്ദു നിലനിൽക്കും. അപ്പോൾ അങ്ങനെ ഹിന്ദു നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഹിന്ദുവിൻ്റെ ചിഹ്നങ്ങൾ, ഹിന്ദുവിൻ്റെ രൂപങ്ങൾ ഇതൊക്കെ നമുക്ക് ഭയങ്കര പൊതുവായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് ഏറ്റെടുക്കാത്ത ഒരാൾ പൊതുവല്ല എന്നും ആധുനികമല്ല എന്നും അയാളൊരു തീവ്രവാദി ഭീകരവാദി ആവാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമ്മൾ കാണും. ഇതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നം. അപ്പോൾ സ്വാഭാവികമായും ഹൈന്ദവപരമായ ചിഹ്നങ്ങൾ, അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും പൊതുവായിട്ടിരിക്കുന്നതെല്ലാം ഹൈന്ദവപരമായ സാധനങ്ങൾ, ഹൈന്ദവേതരമായതൊന്നും തന്നെ പൊതുവല്ല. നമ്മൾക്കൊരു പൊതുപരിപാടി വിളക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് ആർക്കും ഒരു പ്രശ്നം തോന്നുന്നില്ല, കാരണം അത് പൊതുവാണ്. എന്നാൽ ബിസ്മി ചൊല്ലി ഒരു പൊതുപരിപാടി തുടങ്ങണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തോന്നുന്നു അതെന്തോ കുഴപ്പം പോലെ, അത് ശരിയല്ലല്ലോ എന്ന് തോന്നും. കാരണം തോന്നുന്ന കാരണം ഹൈന്ദവേതരമായതൊന്നും പൊതുവായിട്ട് ഉള്ളതല്ല, പൊതുവായി നിലനിൽക്കുന്ന ഒന്നല്ല എന്നുള്ള അപ്പം ഹൈന്ദവമായതാണ് പൊതുവായി നിൽക്കുന്നത്. അപ്പോൾ ഈ ഹൈന്ദവമായിട്ടുള്ള സാധനങ്ങളെ ഏറ്റെടുക്കാൻ ഒരു ഏകദൈവ വിശ്വാസം പിൻപറ്റുന്ന ഒരു മുസ്ലിമിന് പറ്റില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പോൾ ഒരു യുക്തിവാദിയായ എനിക്കും ഏകദൈവ വിശ്വാസിക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നൊരു ഇടമെന്ന് പറയുന്നത് ക്വസ്റ്റ്യനിങ് ദ അതോറിറ്റി ആണെന്ന് ബാബുരാജ് ഭഗവതി അഭിപ്രായപ്പെടാറുണ്ട്. അതായത് നമ്മൾ ഒരുമിച്ചിരിക്കുക എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിങ് ദ അതോറിറ്റി. കാരണം ഒരു ഏകദൈവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവം മാത്രമാണ് ഏകം, അതായത് ആരാധന ദൈവത്തോട് മാത്രം. ദൈവമല്ലാത്ത, അതായത് മതവിശ്വാസ അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഒന്ന് സ്പെസിഫിക്കായിട്ട് പറഞ്ഞാൽ ദൈവം ആണ് എല്ലാം സൃഷ്ടിച്ചത്. അപ്പോൾ സൃഷ്ടികളെ ആരാധിക്കാതെ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക. അപ്പോൾ സൃഷ്ടിയെ ആരാധിക്കാതിരിക്കുക, ആരാധിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഈ ബാക്കി ഒന്നിനെ ആരാധിക്കാൻ ഇതിനടുത്ത് യുക്തിവാദിയും ഒരു മുസ്ലിമും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. ഒരു വ്യത്യാസം, മീൻസ് ആ സൃഷ്ടാവിനെ കൂടി ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഇതൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പം അവിടെ ഈ ക്വസ്റ്റ്യനിങ് ദ അതോറിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ നമ്മുടെ തകർക്കാൻ വരുന്ന ശക്തികളെ ചോദ്യം ചെയ്യുന്നതിൽ ഒരു യുക്തിവാദിക്കും ഒരു മുസ്ലിമും ഒരുമിച്ചിരിക്കാനും അവിടെ സ്നേഹം പങ്കുവയ്ക്കാനും സാഹോദര്യം വയ്ക്കാനും ഇതൊന്നും തടസ്സമല്ല എന്നുള്ളതാണ്. ഇതാണ് ഇവിടെ പ്രശ്നം. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ കോഴിക്കോട് നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ ഇതിൽ വലിയ അത്ഭുതമൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പം ഞാൻ 2002 ഡിഗ്രി കഴിഞ്ഞ സമയത്ത് അവിടെ ഒരു ആത്മീയ സംഘടനയിൽ ചേർന്നായിരുന്നു. അപ്പോൾ ചേർന്നപ്പോൾ അവിടെ ദൈവം എന്ന് വെച്ചാൽ എന്താണ്, ആത്മാവെന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ് എന്ന ചോദ്യത്തിനൊക്കെ എനിക്ക് ഉത്തരം വിശ്വാസപരമായി കിട്ടിയത് അവിടെ വെച്ചാണ്. ഞാൻ അവിടെ ചേർന്നു. അപ്പോൾ ഭയങ്കര ക്ലാസ്സൊക്കെ എടുക്കും. അപ്പോൾ എനിക്ക് ഹിന്ദി അറിയാം, ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നതുകൊണ്ട് അവിടെ അവർ വായിക്കുന്ന വാണി എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പോൾ അത് ഞാൻ ഹിന്ദിയിലാണ് വായിക്കുന്നത്. അപ്പോൾ പലർക്കും ഹിന്ദി അറിയാത്തതുകൊണ്ട് ഞാനാണ് വായിച്ച് പറഞ്ഞു കൊടുക്കുന്നത്, ഇതാണ് സാധനം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളൊരു ദിവസം വർക്കല, എൻ്റെ നാട്ടിൽ നമ്മളെ പൊതുവായിട്ട് ഒരു ബസ്സൊക്കെ എടുത്ത് അതിൽ മറ്റേ ഇത് പെയിൻ്റൊക്കെ അടിച്ച് പേരൊക്കെ എഴുതി നമ്മളെ പൊതു അടുത്തെല്ലാം ഇറങ്ങി വർക്കല പാവനാശം ബീച്ച് ഈ ആൾക്കാർ കൂടുന്നിടത്തെല്ലാം പോയി നമ്മൾ ഭയങ്കര അവിടെ ഇതൊക്കെ വെച്ച് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആരാണ് ഞാൻ എന്ന ചോദ്യം, ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ചോദിച്ച് ആരും നമ്മളെ തടസ്സപ്പെടുത്തിയില്ല. ആരും വന്നു നമ്മൾ മതം മാറ്റാൻ വന്നവർ തന്നെയാണ്. കാര്യം നമ്മൾ ദൈവം എന്താണെന്നും ആത്മാവ് എന്താണെന്നും പറഞ്ഞു കൊടുക്കാൻ വന്ന് ഇത് ആൾക്കാർ ഇത് കേൾക്കുകയും ആൾക്കാർ ഇത് മനസ്സിലാക്കി നമ്മളിലേക്ക് വരാൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്യുന്നത്.
അതുകൊണ്ട് അപ്പോൾ അങ്ങനെ മതം മാറ്റുക, മതം മാറുക എന്ന് പറഞ്ഞാൽ എന്താണ്? മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തെ മാറ്റുക. അങ്ങനെ വന്നു, നമ്മൾ ആരും തടസ്സപ്പെടുത്തിയില്ല, ആരും ചോദ്യം ചെയ്തില്ല. അതായത് അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? അപ്പം നമുക്ക് ഇന്ത്യൻ ഭരണഘടന നമുക്ക് പറഞ്ഞു തന്ന നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ ആ ചിന്ത പ്രചരിപ്പിക്കാൻ അപ്പോൾ ആരും നമ്മൾ തടസ്സപ്പെടുത്തിയില്ല. അത് കഴിഞ്ഞ് ഞാൻ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന സംഘടനയെ ചേർന്നപ്പോഴും ഇതുപോലെ അവരുടെ സംഘടനാപരമായ ആവശ്യപ്രകാരം വീട് വീടാന്തരം കയറി ജനങ്ങളുമായി സംവദിച്ചിരുന്നു. നമ്മുടെ അഭിപ്രായങ്ങൾ അവരോട് പറഞ്ഞിരുന്നു, അവരുടെ അഭിപ്രായം നമ്മൾ കേട്ടു. അപ്പോൾ നമ്മൾ ഈ സാധാരണക്കാർ, അതായത് ഈ കൂലിവേലയും ഒക്കെ കൂലിപ്പണിയും കൃഷിപ്പണിയൊക്കെ ആയിട്ട് നടക്കുന്ന സാധാരണക്കാർ, അവർ പത്രം വായിച്ചിട്ട് അവരുടെ ലോകത്തെക്കുറിച്ച്, ലോക രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ അത്ഭുതകരമായ അഭിപ്രായങ്ങൾ അവർ പറഞ്ഞാൽ കേട്ടു. ഇതും നമുക്കവിടെ ആരും നമ്മളെ തടസ്സപ്പെടുത്തുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തില്ല. ഇതും ആർക്കും ഒരു പ്രശ്നമായിരുന്നില്ല. ഇതൊക്കെ നമ്മുടെ ഭരണഘടന തരുന്ന അവകാശത്തിൻ്റെ ഭാഗം, ഇതൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ ഇവിടെ പ്രശ്നം വരുന്ന എപ്പോഴാണ്? പ്രശ്നം വരുന്നത് നിങ്ങൾ എപ്പോൾ മുതൽ ഇത് ഇസ്ലാം മത പ്രചാരണവുമായി ബന്ധപ്പെട്ട് പൊതുയിടത്തേക്ക് ഇറങ്ങുന്നു, അപ്പോൾ ഇതൊക്കെ പ്രശ്നമാണ്. കാരണം എന്തുകൊണ്ട് പ്രശ്നമാണ്? ഒന്ന്, പൊതുവിൽ മുസ്ലിങ്ങളില്ല. നമ്മുടെ പൊതു എന്ന് പറഞ്ഞാൽ നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന പൊതു ഇടം എന്ന് പറയുന്നിടത്ത് പൊതുവിൽ മുസ്ലിങ്ങളില്ല എന്നുള്ളതാണ്. ഇനി മുസ്ലിങ്ങളില്ല എന്ന് പറയുമ്പോൾ നിലവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രമല്ല ഇല്ലാതിരിക്കുന്നത്, അവിടെ ദളിതരില്ല, ആദിവാസികളില്ല, ബഹുജൻസ് ഇല്ല. പക്ഷേ ഇവിടെ നമ്മൾ തിരിച്ചറിയണം, ഈ ദളിത്, ആദിവാസി, ബഹുജൻസ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ അതർ എന്ന് പറയും. കാരണം ദളിത്, ആദിവാസി, ബഹുജൻസ് എന്ന് ഒന്നുമില്ലെങ്കിൽ അവർ ഹിന്ദുക്കളായതുകൊണ്ട് ഹിന്ദുവായിട്ട് ഇരിക്കുന്നല്ലോ, അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷേ മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ അതറാണ്. കാരണം അവർ ഇതിൻ്റെ എല്ലാം പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ പൊതു ഇടത്ത് മുസ്ലിങ്ങൾ ഇല്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ കോഴിക്കോട് ഈ പരിപാടി നടക്കുമ്പോൾ പ്രശ്നം വരുന്നത് ഈ പൊതുവിൽ മുസ്ലിങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കാരണം ഇതിൻ്റെ എല്ലാം വേര് നിൽക്കുന്നത് ഇസ്ലാമോഫോബിയയിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നം ഇസ്ലാമോഫോബിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ സംഭവം ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ആക്ച്വലി ഞാൻ എൻ്റെ സുഹൃത്തു കൂടിയായ അബ്ദുള്ള ബാസിൽ CP-യെ വിമർശിച്ചുകൊണ്ടും തെല്ലൊന്ന് ഉപദേശിച്ചുകൊണ്ടും ഞാനൊരു പോസ്റ്റ് എഴുതി ഫേസ്ബുക്കിൽ ഇടാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ഇടുന്നതിന് മുമ്പ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ആ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും കൂടി ഈ വംശീയതയ്ക്ക് ഒരു ഭാഗമായി മാറുകയാണ്. അപ്പോൾ എന്നെക്കുറിച്ചുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ബാബുരാജ് ഭഗവതി, KK ബാബുരാജ്, സുദേശം രഘു, K അഷ്റഫ്, പ്രതീഷ് B എന്നിവർ പറയുന്ന ഇസ്ലാമോഫോബിയയ്ക്കായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അതുണ്ടാക്കുന്ന വംശീയതയുടെ ആഴം വളരെ വലുതാണ്. ഒരു സാധാരണ ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്ന ഇസ്ലാമോഫോബിയ പോലെ അല്ല ഞാനൊരു ഇസ്ലാമോഫോബിക്കായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ. കാരണം ഞാൻ ഇസ്ലാമോഫോബിയെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് അവതരിപ്പിച്ച് ഇസ്ലാമോഫോബിക്കെതിരെ സംസാരിച്ച് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ ഇത് പറയാൻ പാടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാനത് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യാൻ നേരിട്ട് അദ്ദേഹത്തിന് പേഴ്സണലി അയച്ചു. അപ്പോൾ അദ്ദേഹം ബാസിൽ കുറേ കാര്യങ്ങൾ എന്നോട് തിരിച്ചു പറഞ്ഞു. ആ പറഞ്ഞ കുറേ കാര്യങ്ങൾ ശരിയുണ്ട്, അത് അദ്ദേഹത്തിൻ്റെ അവകാശത്തിൻ്റെ കൂടി ഭാഗമാണ്. അപ്പോൾ അത് ശരിയുണ്ട്. പക്ഷേ പ്രയോറിറ്റി ഡിഫറൻസസ് ആണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇസ്ലാമോഫോബിയാണ് പ്രയോറിറ്റി ആയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഇസ്ലാമോഫോബിയ പ്രയോറിറ്റി ആയിരിക്കുമ്പോൾ തന്നെ അവരുടെ ആശയം പ്രചരിപ്പിക്കുക, തൻ്റെ മതത്തെക്കുറിച്ചുള്ള അത് ഇന്ത്യൻ ഭരണഘടന തന്ന കാര്യങ്ങൾ പറയുക എന്നുള്ളതും കൂടി അദ്ദേഹത്തിൻ്റെ അവകാശത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞാൻ ഈ പോസ്റ്റ് ഇട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതിന് പകരമാണ് ഞാൻ മറ്റൊരു പോസ്റ്റ് ചെയ്തിട്ടത്. കാര്യം ഇവിടെ പരിഷത്ത്, മതസംഘടനകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്തിനേറെ പറയുന്നു, ഇപ്പോൾ സിനിമ റിവ്യൂ ഇതുപോലെ ചർച്ചയല്ലേ. ഇപ്പോൾ ഗുരു എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയ സമയത്ത് അന്ന് ഇതുപോലെ വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഈ ഓൺലൈൻ റിവ്യൂ ഒന്നുമില്ല. എന്നിട്ട് പോലും സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഒരാൾ പത്രപ്പെടുത്താൻ വന്ന് ഇങ്ങനെ ആൾക്കാരുടെ അഭിപ്രായം ചോദിക്കുന്നു. അപ്പം എല്ലാവർക്കും ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അന്ന് ആ നിറഞ്ഞു കവിഞ്ഞ സദസ്സിൽ നിന്ന് ഗുരു സിനിമയെക്കുറിച്ച് പോസിറ്റീവായ അഭിപ്രായം പറഞ്ഞ ഏക വ്യക്തി ഞാനായിരുന്നു. അപ്പം എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന മോഹൻലാൽ ഫാൻസ് എല്ലാം എൻ്റെ കൂടെ കൂടിയിരിക്കുന്നത് ഞാൻ എന്താണ് ഈ പറയുന്നതെന്ന് പറയാനായിട്ട്. അതൊന്ന്. അപ്പോൾ അങ്ങനെ അപ്പോൾ അവിടെ ഇതൊന്നും ഒരു പ്രശ്നമല്ല. എന്തുകൊണ്ട് പ്രശ്നം? ഇതെല്ലാം പൊതുവാണ് എന്നുള്ളതാണ്. ഇതെല്ലാം പൊതുവായിട്ടിരിക്കുന്ന സാധനങ്ങളാണ്. പക്ഷേ ഇവിടെ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആൾക്കാർ പൊതുവല്ല എന്നതാണ് പ്രശ്നം. അപ്പോൾ അത് പൊതുവല്ലാത്തതിൻ്റെ കാരണം ഈ വംശീയതയാണ് എന്നത് നമ്മൾ തിരിച്ചറിയണം. ഇത് ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന വംശീയതയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ മാറ്റി നിർത്തലിൻ്റെ ഒരു വേദന അനുഭവിക്കുന്ന വ്യക്തി കൂടിയാണ് ഞാൻ. കാരണം ഞാൻ ഒരു യുക്തിവാദിയാണ്, മതരഹിതനായ വ്യക്തിയാണ്. അപ്പോൾ കേരളീയ യുക്തിവാദ മണ്ഡലത്തിൽ ഇസ്ലാമോഫോബിയെക്കുറിച്ച് തുടങ്ങി വെച്ചത് ഞാനാണ്. പക്ഷേ തുടങ്ങി വെച്ചതോടുകൂടി പിന്നെ ഞാൻ യുക്തിവാദ മണ്ഡലത്തിൽ ഞാൻ ഡീപ്ലാറ്റ്ഫോം ചെയ്യപ്പെട്ടു. കാരണം നിങ്ങൾ അന്ന് സുദേശൻ തന്നെ എന്നോട് പറഞ്ഞിരുന്നു, നമ്മൾ ഇസ്ലാമോഫോബിയെക്കുറിച്ച് എപ്പോൾ ചർച്ച ചെയ്ത് തുടങ്ങുന്നു അതോടുകൂടി നമ്മൾ പൊതു ഇടത്തു നിന്നും മാറ്റി നിർത്തപ്പെടും. അപ്പോൾ
അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് പക്ഷേ പൊതുവിടത്തു നിന്ന് മാറ്റി നിർത്തപ്പെട്ടെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ നേടുന്നുണ്ടെങ്കിൽ കൂടിയും ഇപ്പോൾ നമ്മൾ ഇസ്ലാമോഫോബിയെക്കുറിച്ച് കേരളത്തിൽ വളരെ കുറച്ച് ആൾക്കാരൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ അവർക്ക് ഇനി പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അവർക്ക് മനസ്സിലാവും. പക്ഷേ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കുന്നില്ല എന്നുള്ള ദയനീയ യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് തന്നെ ഇപ്പോൾ ഈ കോഴിക്കോട് നടന്ന പരിപാടിക്ക് നമ്മൾ രണ്ട് രീതിയിലും കാണേണ്ടതുണ്ട്. ഒന്ന്, ഈ വംശീയവാദികളുടെ എതിർപ്പിന് നമ്മൾ വംശീയവാദപരമായിട്ട് ചേർത്ത് വെച്ചാണ് കാണാം. അത് മതപരമായ അവരുടെ എന്തെങ്കിലും അഭിപ്രായമല്ല. അപ്പം ഹിന്ദു ഫാഷിസ്റ്റുകൾ പറയുന്ന അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത് അത് വംശീയതയുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പം മുസ്ലിങ്ങൾക്ക് ഇത് പറയാൻ പാടില്ല. കാരണം ഇതൊരു മതസംവാദമായിട്ടല്ല അവരതിനെ കാണുന്നത്. അതേ മുസ്ലിങ്ങൾക്ക് അവരുടെ മതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾക്ക് ഇതിനെതിരെ പറയാനുള്ള ഒരു അവകാശം കൂടി ഉണ്ട് എന്നുള്ള ഒരു ജനാധിപത്യപരമായ അവകാശമല്ല അവിടെ നടക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ഇപ്പോൾ ഒരു ബഹുസ്വര സമൂഹത്തിൽ എന്താണ് ബഹുസ്വരത എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ആ ബഹുസ്വര സമൂഹത്തിൽ നമുക്ക് മതം പറയാമോ പറഞ്ഞുകൂടെ എന്നുള്ള ചോദ്യമുണ്ട്. അപ്പം എന്താണ് ബഹുസ്വരത? പലപ്പോഴും നമ്മളെല്ലാം ഒന്നാണ് എന്നാണ് പറയുന്നത്. ഒന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഒന്നാണോ? ഒന്നല്ല. കാരണം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതൊന്നും എനിക്ക് പ്രിയപ്പെട്ടതല്ല, അതുപോലെ എനിക്ക് പ്രിയപ്പെട്ടതൊന്നും നിങ്ങൾക്കും പ്രിയപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ നമ്മളൊന്നല്ല. പക്ഷേ ഒന്നല്ലാതിരിക്കുമ്പോഴും നമ്മളെല്ലാം തുല്യരാണ് എന്നുള്ളതാണ് അതിൻ്റെ ബാധ. അതുകൊണ്ട് തുല്യരായിരിക്കുന്നിടത്തോളം കാലം അവിടെ സാഹോദര്യത്തിന് ഇതൊന്നും ഒരു തടസ്സമല്ല, സ്നേഹത്തിന് ആത്മബന്ധത്തിന് ഇതൊന്നും ഒരു തടസ്സമല്ല, ഇതൊന്നും തന്നെ തടസ്സമല്ല എന്നുള്ളതാണ്. ഈ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ വന്ന് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. അപ്പം അതാണ് എനിക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറയാനുള്ളത്. അപ്പോൾ ഈ അസഹിഷ്ണുത എന്നത് നമുക്ക് ഇപ്പോൾ പലപ്പോഴും ഇസ്ലാമിനോട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ യുക്തിവാദ മണ്ഡലത്തിൽ നോക്കുക, ഈ മതവിമർശനം എന്ന് പറഞ്ഞ പേര് അൾട്ടിമേറ്റ്ലി നടക്കുന്നതെല്ലാം തന്നെ ഇസ്ലാം മതവിമർശനമായിട്ട് മാറും. കാരണം ഒന്ന്, ഇപ്പം ഹിന്ദു എന്ന് പറയുന്നത് ഒരു സെമിറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏകാത്മകമായ രൂപകമുള്ള ഒരു മതമേ അല്ല. ഒന്ന് ഈ പറഞ്ഞ പോലെ പലതായിട്ട് നിലനിൽക്കുന്ന ഒന്നാണ്. അതിൽ പലതും വരും. അത് മതമായിട്ട് നിൽക്കും, ജാതിയായിട്ട് നിൽക്കും, നാസ്തികതയായിട്ട് നിൽക്കും, ഈവൻ നവോത്ഥാനമായിട്ട് നിൽക്കും. പക്ഷേ അവസാനം കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ ഇസ്ലാം മത വിമർശനമാണ് യുക്തിവാദ പരിപാടി എന്ന് പറഞ്ഞാണ് ഇവിടെ ചർച്ചകളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അസഹിഷ്ണുത എന്ന് പറഞ്ഞാൽ സെലക്റ്റീവ് ആണെന്ന് പറയുമ്പോൾ അത് ഇപ്പം ബാബുരാജ് ഭഗവതി പറയുന്ന പോലെ ദേശീയതയെ അഡ്രസ്സ് ചെയ്യുമ്പോൾ എപ്പോഴും പലപ്പോഴും നമ്മൾ ദേശീയത പറയുമ്പോൾ ദേശീയതയ്ക്കെതിരാണ് മുസ്ലിങ്ങൾ എന്ന ഒരു അഭിപ്രായം വരുന്നത് പോലും നമ്മൾക്ക് അതായത് ഈ മുസ്ലിങ്ങളുടെ സ്വയം സംഘാടനത്തെയും സ്വയം നിർണ്ണയാവകാശത്തെയും നമ്മൾ മാനിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ ഭീകരവൽക്കരിക്കുന്ന ലുക്തിയിൽ കാണുന്നത് കൊണ്ടാണ് മുസ്ലിങ്ങൾ ദേശീയതാ വിരുദ്ധരാണ് എന്നും കുറച്ച് കഴിയുമ്പോൾ അവർ ദേശവിരുദ്ധരാണ് എന്നും എന്ന നറേറ്റീവിലേക്ക് നമ്മൾ എത്തുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇത്തരം നമ്മൾ സംവാദങ്ങളൊക്കെ നടത്തുമ്പോഴും ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് പോയി നിൽക്കുന്നത് ഇസ്ലാമോഫോബിയയിലാണ്. അപ്പം നമ്മുടെ പ്രയോറിറ്റി ആകേണ്ടത് ഇസ്ലാമോഫോബിയ വിരുദ്ധ പ്രവർത്തനങ്ങളാകണം എന്നുള്ളതാണ് എനിക്കിവിടെ മുന്നോട്ട് വയ്ക്കാനുള്ള രാഷ്ട്രീയം. അത് എനിക്ക് തോന്നുന്നു അൺമാസ്കിങ് അനോമലീസിലൊക്കെ അത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനും ബാസിലുമായിട്ട് ഈ അടുത്ത് കുറച്ചാൾ മുമ്പ് 2 ഡിബേറ്റ് നടത്തിയിരുന്നു. അപ്പോൾ ഞാനവിടെ ഉദ്ദേശിക്കുന്നത് ഒന്ന്, ഒരു പുതിയൊരു സംവാദ സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് രണ്ടുപേരും മുഖാമുഖം വരുന്നത്, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നു, മറ്റൊരാൾക്ക് ബാസിലിന് പറയാനുള്ളത് ബാസിൽ പറയുന്നു. അങ്ങനെ ഒരു പുതിയ സംവാദത്തിൽ ചിലപ്പോൾ ജയവും തോൽവിയൊന്നുമില്ല, അഭിപ്രായം പങ്കുവയ്ക്കലാണ്. അപ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുന്നത് തോൽവിയായിട്ട് കണക്കാക്കേണ്ടതില്ല, അത് അറിഞ്ഞ് അവിടെ സ്ഥാപിച്ച് ജയിക്കേണ്ടതുമല്ല സംവാദങ്ങൾ എന്നുള്ള ഒരു പുതിയ സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം പൊതുവായി മാറുക. അപ്പം മുസ്ലിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ പൊതുവായി മാറണമെങ്കിൽ ഈ പൊതു ആകാതിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം ഇസ്ലാമോഫോബിയാണ് എന്നും അതൊരു വംശീയ പദ്ധതിയാണ് എന്നും ഈ വംശീയ പദ്ധതിയെ ഇല്ലാതാക്കിയാൽ മാത്രമേ നമുക്ക് പൊതുവിടത്തിൽ ഇതെല്ലാം പൊതുവായി മാറൂ എന്നറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും വിപ്ലവാഭിവാദ്യങ്ങൾ.